It's really unfortunate that we are not able to gather together as a company of redeemed ones. സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് ചേർന്ന് കൂടിവരാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് എന്നുള്ളത് നമുക്കറിയാം. But for those who are very thirsty to hear God's word and get his message, this is the only media that is available right now. എന്നാൽ ദൈവവചനം ശ്രദ്ധിക്കുവാനായിട്ടുള്ളതായ ഒരു മാധ്യമം എന്ന് പറയുന്നത് ഈ രീതിയിലാണ് എന്ന് നമുക്ക് ഇപ്പോൾ അറിയാം. So without much introduction, I just want to go into the topic of today's sermon. അതുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണത്തിനായിട്ടുള്ള ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. The topic of today's sermon is rather a question. The topic is going to be a question. വിഷയം എന്ന് പറയുന്നത് ഒരു ചോദ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. What is driving your life? നിങ്ങളുടെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? Everybody in this world is driven by something or the other. ഈ ലോകത്തുള്ള എല്ലാവരും ഏതോ ഒന്നിന്റെ പിറകെ പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. It is true that there are many things that take full control of our lives. നമ്മുടെ ജീവിതത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതായ ഏതോ ഒരു ലക്ഷ്യത്തിലേക്ക് നാം യാത്ര ചെയ്യുന്നവരാണ്. There are things that will just simply compel us and guide us in our journey of life. നമ്മുടെ ഈ ജീവിത യാത്രയിൽ നമ്മെ നയിക്കുന്നതും നിർബന്ധിക്കുന്നതുമായ ഏതോ ചില കാര്യങ്ങളുണ്ട്. Or there are even other things which will even direct our life so completely. ചില കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ മുഴുവനായി നിയന്ത്രിക്കുന്നതായ സംഭവങ്ങളുണ്ട്. For example, let's take an example of a student. ഒരു വിദ്യാർത്ഥിയുടെ കാര്യം നാം ശ്രദ്ധിച്ചാൽ, a student will be ready to complete all his homework the previous night so that he can go and stand boldly before his professor or his teacher. തൻ്റെ അധ്യാപകനോ അല്ലെങ്കിൽ പ്രൊഫസറുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് ഒരു വിദ്യാർത്ഥി തനിക്ക് ലഭിച്ചതായ ഹോംവർക്ക് ഗൃഹപാഠം വളരെ പെട്ടെന്ന് വൃത്തിയായിട്ട് തലേ ദിവസം തന്നെ ചെയ്തു തീർക്കുന്നതായിട്ട് നാം കാണും. But the question is, why does the student very promptly finish off the homework earlier itself? എന്നാൽ ഈ വിദ്യാർത്ഥി എന്തുകൊണ്ടാണ് ഇത്ര കൃത്യതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അറിയാമോ? Because he or she has to give a report to the teacher the very next day. തൊട്ടടുത്ത ദിവസം തന്നെ തന്നെ അധ്യാപകനെ താൻ ഈ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. He has to give an account of the things that he has done or what he has accomplished. താൻ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതായ ഒരു കാര്യം എനിക്കുണ്ട്. Another example, let's talk about an employer or employed ones. തൊഴിൽ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് ചിന്തിച്ചാലും, those people who are employed in offices, they never fail to complete their jobs before they leave the office. അവരുടേതായ ജോലി ചെയ്യാനായിട്ട് അവരെ ഏൽപ്പിച്ച കാര്യം ഓഫീസിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തീർത്തിട്ടേ അവർ പോകാറുണ്ട്. Now, why do they do it so promptly? വളരെ നന്നായിട്ട് ആ കാര്യങ്ങൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? Because he or she is aware that before they leave the office, they have to report or give account of what they have done to the boss. തൻ്റെ ബോസിന് അല്ലെങ്കിൽ തൻ്റെ യജമാനന് തൻ്റെ മേലധികാരിക്ക് താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് വ്യക്തമായ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമാണ്. So you see, most of us are accountable to some higher authority, and this is happening in many spheres of our life. ജീവിതത്തിന്റെ പല മേഖലകളിലും ഇതുപോലെ നാം എല്ലാവരും നമ്മുടെ മീതെയുള്ള ആർക്കെങ്കിലുമൊക്കെ കണക്ക് കൊടുക്കേണ്ടവരാണ്. And we are naturally so conscious that we have to give an account, we have to give an answer to all these people. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മെ ഏൽപ്പിച്ച കാര്യങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് കണക്ക് നാം ബോധിപ്പിക്കേണ്ടവരാണ് എന്ന ബോധ്യം നമുക്കുണ്ട്. Some kind of a conscious understanding is there that we have to give account for the things that we have done. നാം ചെയ്ത കാര്യങ്ങളൊക്കെ കൃത്യമായ കണക്കുകൾ കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. But in this busy rhythm of life, we forget one important fact. എന്നാൽ ഈ ജീവിതത്തിൽ തിരക്കേറിയ ഈ മധ്യത്തിൽ മറന്നുപോകുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്. We are rarely conscious of the fact that we are accountable to our God. നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം നാം മനഃപൂർവ്വം മറന്നുപോകും. We fail to understand that someday we are going to stand accountable to God. നാം ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കാനായിട്ട് ഒരു സമയം നിൽക്കേണ്ടി വരും എന്നുള്ള കാര്യം നാം ഓർക്കുന്നില്ല. In this busy life that we are going through, we even forget or rarely think about our eternity. നമ്മുടെ നിത്യതയെക്കുറിച്ചുള്ളതായ ചിന്ത പോലും നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ നാം വിസ്മരിച്ചു പോകുന്നു. And we live our life as though there is no accounting that is going to happen with our life.
ജീവിതത്തിൻ്റെ ഈ കണക്കൊന്നും ഇനി ഭാവിയിൽ കൊടുക്കേണ്ടി വരില്ല എന്നുള്ള ചിന്തയിൽ പോലും മുമ്പോട്ട് പോകുന്നവരാണ്. Whether we accept it or not, the word of God is very clear. അത് നാം അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനം അതുപോലെ വ്യക്തമായി പറയുന്നു. The word of God makes it clear that we are all accountable to God. നാം എല്ലാവരും ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ദൈവവചനം പറയുന്നു. There is coming a day when we have to give account of every account, the actual account of what we have done in this world. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം ചെയ്ത എല്ലാ കാര്യത്തിനും ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടി വരും എന്ന് വേദപുസ്തകം പഠിപ്പിക്കും. Maybe we have to give account of our actions, our motives, our choices, the decisions, whatever. നമ്മുടെ ചിന്തകളോ പ്രവൃത്തികളോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങളോ ഒക്കെ കുറിച്ച് എല്ലാത്തിനെ കുറിച്ചും ദൈവമുമ്പാകെ കണക്ക് കൊടുക്കണം. And we cannot hide anything from this eternal God. എന്നാൽ നിത്യനായ ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാനും സാധ്യമല്ല. So maybe turn to God's word and be reminded about the fact of this truth that we are accountable to God. അതുകൊണ്ട് ദൈവത്തിന്റെ പല ഭാഗങ്ങൾ നാം ശ്രദ്ധിച്ചാൽ നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. The truth of accountability to God was something that which aligned the life of Apostle Paul. അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിൽ ഈ പ്രത്യേക സത്യം താൻ കണക്ക് കൊടുക്കേണ്ടവനാണ് എന്നുള്ളതായ ബോധ്യം തനിക്ക് ജീവിതം മുഴുവൻ ഉണ്ടായിരുന്നു. This thought was the one which was guiding his life, it was controlling his life, and he directed his life, and the ministry that he did was all based on this fact that he is accountable to God. താൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വലിയ ബോധ്യത്തിലാണ് തന്റെ ശുശ്രൂഷയും തന്റെ പ്രവൃത്തികളും തന്റെ ചിന്തകൾ പോലും ആയിരുന്നത് എന്ന് കാണാൻ സാധിക്കും. So in fact his entire life was driven by this fact that he has to give account to God. അതുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും താൻ ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ താൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തിലാണ്. So maybe turn to 2 Corinthians chapter 5. അതുകൊണ്ട് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുക. 2 Corinthians chapter 5. Now when we look into this chapter or the beginning of this epistle, ഈ അധ്യായം ഈ ലേഖനത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് നാം കാണുന്നത് we get an understanding that Apostle Paul's ministry and his motives and his character was attacked by false teachers in Corinth itself. കൊരിന്തിലുള്ളതായ കള്ള അപ്പോസ്തലന്മാരാൽ അല്ലെങ്കിൽ വ്യാജ ഉപദേഷ്ടാക്കന്മാരാൽ വളരെയധികം ചോദ്യം ചെയ്യപ്പെട്ട ഒരു സാഹചര്യം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു. So there was a lot of doubt even in the minds of the Corinthian believers regarding the motives of Apostle Paul. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് കൊരിന്ത്യൻ വിശ്വാസികൾക്ക് വ്യക്തമായിട്ട് ബോധ്യമായിരുന്നില്ല. Such a damage of the Apostle Paul's character was done by this false prophet that he had to defend and tell what was his motive or what was his actual intention in doing God's ministry. അതുകൊണ്ട് ഈ കള്ള അപ്പോസ്തലന്മാരുടെ മുമ്പാകെ അവരുടെ പ്രവൃത്തികളുടെ മുമ്പാകെ അപ്പോസ്തലനായ പൗലോസിന്റെ ശുശ്രൂഷയുടെ ശരിയായ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കേണ്ട ഒരു ആവശ്യമായി വന്നു. So from the beginning itself we find that he actually openly defends what his ministry is and how he is an apostle of the Lord Jesus Christ. അതുകൊണ്ട് ആദ്യം മുതലേ തന്നെ തന്റെ ശുശ്രൂഷ എന്താണെന്നും അപ്പോസ്തലന്റെ പ്രവൃത്തി എന്താണെന്നുള്ള കാര്യം താൻ ഊന്നി പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. And when you come to chapter 5 verse 1 to 10 he clarifies and he defends his motivation or the drive that he has to do the ministry for God. അതുകൊണ്ട് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ശുശ്രൂഷ ചെയ്യുവാൻ താൻ ഉദ്യമിക്കുന്നതിന്റെ പ്രധാന കാരണം അവിടെ വെളിവാക്കുന്ന 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. Let's just read verse 9. 9-ാമത്തെ വാക്യം നമുക്ക് അധികം വായിക്കാം. Verse 9 reads like this: Therefore also we have our ambition, whether at home or absent, to be pleasing to him. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. Now Apostle Paul was going through terrible difficulties in his ministry that he was doing. താൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ വളരെയധികം എതിർപ്പുകളാണ് നേരിട്ടിരുന്നു. He faced lot of afflictions and as an apostle of the Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലൻ എന്ന നിലയിൽ താൻ വളരെ പീഡകൾ അനുഭവിച്ച വ്യക്തിയാണ്. And in this situation when he is describing about his motive, he is saying whether I live or die I have something to do, that is to please my Lord. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞാൻ ജീവിച്ചാലും മരിച്ചാലും ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കും. He says I do not want to lose my heart in the ministry that I am doing, but I am going to do one thing: I am going to please my master the Lord Jesus Christ. എൻ്റെ ഈ ശുശ്രൂഷാ രംഗത്ത് എന്തൊക്കെ നഷ്ടം വന്നാലും
കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ മുമ്പോട്ട് പോകും. So I was asking myself, why or how is this Apostle Paul able to say like this, that whether he dies or whether he lives, he wants to make an ambition that he wants to please the Lord God alone. അതുകൊണ്ട് ദൈവത്തെ മാത്രം പ്രസാദിപ്പിക്കുവാനുള്ള ഈ ബോധ്യത്തോടുകൂടി എന്തുകൊണ്ടാണ് പൗലോസ് മുൻപോട്ട് പോയതെന്ന് നാം മനസ്സിലാക്കണം. Now in verse 10 we find the answer as to why he has this great ambition in life. 10th വാക്യത്തിലേക്ക് വരുമ്പോഴാണ് ഈ ആഗ്രഹം തനിക്കുണ്ടായതിന്റെ പ്രധാന കാരണം അവിടെ പറയുന്നു. It gives us an understanding about what made him to drive his life to know that I have to please my God always. എന്തുകൊണ്ടാണ് ദൈവത്തെ ഏത് അവസ്ഥയിലും പ്രസാദിപ്പിക്കേണ്ടി വരുന്നത് എന്നതിന്റെ കാരണമാണ് 10th വാക്യത്തിൽ നാം കാണുന്നത്. Yeah, let's read verse 10. We read like this: For we must all appear before the judgment seat of Christ, that each one may be recompensed for his deeds in the body, according to what he has done, whether good or bad. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. Now when you read the English verse over here, the verse 10 starts off with the word for, which actually gives us the reason why he is having an ambition to please the Lord. ഇംഗ്ലീഷ് ഭാഷയിൽ ആ 10th വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്യം ആരംഭിക്കുന്നത്. So what we understand over here is that Apostle Paul was fully aware and he was conscious that he has to stand before this final authority, the Lord God. വലിയവനായ ദൈവത്തിന് മുമ്പാകെ തനിക്ക് നിൽക്കേണ്ടി വരുമെന്നും കണക്ക് കൊടുക്കേണ്ടി വന്നുള്ള വലിയ ബോധ്യം അപ്പോസ്തലനായ പൗലോസിന് ഉണ്ടായിരുന്നു. Oh, he had this conscious understanding that he has to stand before his master and give an account of all the things that he has done for him. തന്റെ യജമാനന് വേണ്ടി താൻ ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും തനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ള ബോധ്യം തനിക്കുണ്ടായിരുന്നു. So primarily we are getting to understand that it was this thought that drove the life of Apostle Paul, the fact that he has to give an account to his master or to God. അതുകൊണ്ടാണ് തന്റെ ജീവിതത്തെ കർത്താവിനെ യജമാനന് കണക്ക് കൊടുക്കണവനാണ് എന്നുള്ള ബോധ്യമുണ്ടായതുകൊണ്ടാണ് ആ നിലയിൽ ജീവിതം ക്രമീകരിച്ചത് എന്ന് കാണാൻ സാധിക്കും. And it is this thought that drove Apostle's life and his ministry. അത് തന്റെ ജീവിതത്തെയും ശുശ്രൂഷയും ശരിയായ രീതിയിൽ നയിച്ചുകൊണ്ടിരുന്നു എന്ന് മനസ്സിലാക്കാം. Let's focus on verse 10 and see what Apostle Paul was conscious about. അപ്പോൾ 10th വാക്യത്തിൽ നാം അപ്പോസ്തലനായ പൗലോസ് തനിക്കുള്ള ബോധ്യപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? There are certain things that is mentioned in that verse which gives us an understanding as to why serious Apostle Paul was to drive his life with this thought that he has to give account to God. ആ 10th വാക്യം വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടുകൂടെ തനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളത് താൻ ഓർപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. Now in English the first part of that verse begins like this: For we must all appear before the judgment seat of Christ. ഇംഗ്ലീഷിൽ നാം വായിക്കുമ്പോൾ അങ്ങനെയാണ് വായിക്കുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടും. So what do we understand from this is the fact that a life driven by accountability to God is conscious of a divine necessity. അതുകൊണ്ട് തനിക്ക് കണക്ക് കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ദൈവികമായ ഉദ്ദേശമായതുകൊണ്ട് തന്റെ മനസാക്ഷിയിൽ അത് എപ്പോഴും തന്നെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. Oh, he has this understanding that there is some kind of a necessity, divine necessity is there, and therefore he is driving his life knowing fully sure that he has to be accountable to God. ദൈവികമായ ഈ ഉദ്ദേശം തന്റെ മുമ്പിൽ കണ്ടതുകൊണ്ടാണ് തന്റെ ജീവിതത്തെ എപ്പോഴും ഈ ലക്ഷ്യത്തിലേക്ക് നീക്കിക്കൊണ്ടിരുന്നത്. Now this is the truth that we need to really understand. ഈ സത്യം നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. We all have to appear before the judgment seat of Christ. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. And nobody can escape. ആർക്കും ഒഴിവാകാൻ സാധ്യമല്ല. Look how Apostle Paul puts his own life into the picture. തന്റെ ജീവിതം ആ രംഗത്തേക്ക് കൊണ്ടുവരുന്നതായിട്ട് നാം കാണും. He uses the word we. നാം എന്ന വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. So Apostle Paul is also participating along with the readers in the truth that he is now explaining. അപ്പോൾ അത് തന്റെ വായനക്കാരോട് ചേർത്ത് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുന്നു നാം എല്ലാവരും. And the second thing we read in English is that for we must. അവിടെ വെളിപ്പെടേണ്ടി വരും എന്ന് തന്നെയാണ് അവിടെ എഴുതിയിട്ടുള്ളത്. Oh, this is not an optional thing. It is something that is of need. It is a necessity. അത്
ഒഴിവാകാൻ പറ്റുന്നതോ അല്ലെങ്കിൽ വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടല്ല അവിടെ എഴുതിയിട്ടുള്ളത്. Yeah, it is not something that you can simply avoid and escape from there. അങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാമെന്ന് ഒരാൾക്കും വിചാരിക്കാൻ നിവൃത്തിയില്ല. So here again we come to understand that there is a divine necessity for us to appear and stand before the judgment seat of Christ. അതുകൊണ്ട് നാം എല്ലാവരും മനസ്സിലാക്കുന്ന ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം വെളിപ്പെടണമെന്നുള്ള ഒരു ദൈവിക പദ്ധതിയാണ്. And another word to note over here in this verse, it says, and for we must all appear. അവിടെ നാം വായിക്കുന്നത് നാം എല്ലാവരും എന്ന് നാം കാണും. Which means that all believers must make an appearance before the judgment seat of Christ. അതായത് എല്ലാ വിശ്വാസികളും ഈ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടി വരും. All God's children have to stand and give account to this God. ഈ ദൈവമക്കളായിരിക്കുന്ന എല്ലാവരും ക്രിസ്തുവിനോട് കണക്ക് കൊടുക്കേണ്ടി വരും. No believer, no Apostle Paul or no Apostle Peter can avoid standing in front of the judgment seat of Christ. ഒരു വിശ്വാസിക്കും പൗലോസിനായാലും പത്രോസിനായാലും ആർക്കും അവിടെ ഒഴിവില്ല. This is a necessity, it is compulsory, and you have compulsory to appear before the God. അതുകൊണ്ട് ഇത് വളരെ അത്യാവശ്യമായിട്ടും ഒഴിവാക്കാൻ പറ്റാത്തതുമായ ഒരു നിർബന്ധമായ ഒരു കാര്യമായിട്ടാണ് ഇത് നാം ഇവിടെ കാണുന്നത്. And look at another word which is used. The reality of this divine necessity can be appreciated or understood when we read the word appear. അവിടെ വെളിപ്പെടണം എന്നുള്ള ഒരു കാര്യം കാണുമ്പോഴാണ് നാം അവിടെ ശ്രദ്ധിക്കേണ്ടത്. Oh, you are going to be visibly manifesting yourself, appearing before the Lord God. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ അക്ഷരാർത്ഥത്തിൽ നാം നമ്മെ തന്നെ വെളിപ്പെടാൻ പോകുകയാണ്. Oh, you cannot escape. You have to show yourself. You have to display yourself in front of the Lord God. കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ നിന്നുകൊണ്ട് നാം നമ്മുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും പറഞ്ഞ് ഫലിപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യം വരും. Now, where exactly are we going to stand? Where exactly are we going to appear or going to stand? എപ്പോഴാണ് നാം ഇതിന് തയ്യാറാകേണ്ടത്? We are going to stand before the judgment seat of Christ, ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെയാണ് നാം വെളിപ്പെടാൻ പോകുന്നത്. which is called also the Bema seat. അതാണ് ബീമാ സീറ്റ് അല്ലെങ്കിൽ സിംഹാസനം എന്ന് പറയുന്നത്. Okay, traditionally it is understood to be some kind of an elevated place, like a platform. പാരമ്പര്യമായിട്ട് പൊതുവെ അത് അറിയപ്പെടുന്നത് ഉയർന്ന ഒരു പീഠത്തിന് മേൽ ന്യായാധിപൻ ഇരിക്കുന്നു. It is generally used for a person during the Olympic times, where the performances of the athletic people are understood and then they are rewarded on that platform. സാധാരണഗതിയിൽ ഒളിമ്പിക് മത്സരങ്ങൾ നടത്തുമ്പോൾ ആ മത്സരാർത്ഥികളെ ശരിയായി വീക്ഷിക്കുവാനും സമ്മാനം കൊടുക്കുവാനും തീരുമാനിക്കാനുള്ള ആള് ഉയർന്ന പീഠത്തിൽ ഇരുന്നുകൊണ്ട് ശ്രദ്ധിക്കും. And we know that Corinth was a place where all the ancient Olympics had taken place. ഗ്രീസിലായിരുന്നല്ലോ ആദ്യകാല ഒളിമ്പിക്കുകൾ നടന്നിരുന്നത്. So when this imagery of Bema seat is given to them, they are able to understand really well that there is some kind of a checking done and there is some kind of a rewarding taking place. അതുകൊണ്ട് ഈ ബീമാ സീറ്റിനെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് വ്യക്തമായ ഈ വായനക്കാർക്ക് ആ ദർശനം അല്ലെങ്കിൽ കാഴ്ചപ്പാടുണ്ടായിരുന്നു. Now, this judgment that is happening here is not for the judgment for our sins. ഇത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ശിക്ഷാവിധിയല്ല. Now, this is something that is being done purposefully to give away rewards for the deeds that we have done faithfully to our master. നമ്മുടെ യജമാനന് വേണ്ടി നാം ചെയ്ത ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകുന്ന രംഗമാണിത്. Now, it is in front of this or before this judgment seat that everything is going to be naked before this wonderful God. ഈ സിംഹാസനത്തിന് ന്യായാസനത്തിന് മുമ്പാകെ വലിയവനായ ദൈവത്തിന് മുമ്പിൽ സകലവും നഗ്നമായി വെളിപ്പെടാൻ പോകുകയാണ്. Because the person who is on the seat is none other than the Lord Jesus Christ, who is the righteous one and he is the perfect judge. ന്യായാസനത്തിരിക്കുന്നത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഉള്ളതുപോലെ അറിയുന്ന വ്യക്തി. And nothing can be hidden from him. തന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കാനായിട്ട് സാധിക്കുമോ? We have to give account for everything that we have done on this world. ഈ ലോകത്തിൽ നാം ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കർത്താവിനോട് കണക്ക് കൊടുക്കണം. Apostle Paul was fully conscious about this understanding that there is a divine necessity for him to stand before this Lord Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ താൻ നിൽക്കേണ്ടി വരും എന്നുള്ള ബോധ്യം അപ്പോസ്തലനായ പൗലോസിന്റെ ദിവ്യമായ ആ ബോധ്യം തനിക്കുണ്ടായിരുന്നു. He understood that he has to have a visible manifestation before this judgment seat. ഈ ന്യായാസനത്തിന് മുമ്പാകെ ശരിയായ വ്യക്തമായ തെളിവുകളോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. He also had this conscious understanding that he has to give account for what he has done. താൻ ചെയ്തതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരും എന്നത് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. It is this understanding that drove his life consciously that he is accountable to God all the time.
അതുകൊണ്ടാണ് എല്ലാ സമയത്തും കർത്താവിന് മുമ്പേ കണക്ക് കൊടുക്കേണ്ടി വരുന്ന ബോധ്യമുള്ളതാണ് ജീവിതത്തിന്റെ എല്ലാ സമയത്തും താൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. And therefore he wanted to live a life which was pleasing God all the time. അതുകൊണ്ട് എപ്പോഴും കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ താൻ ജീവിച്ചു. Maybe our ambitions in life today are totally different. Maybe our ambitions today are totally different. പലപ്പോഴും നമ്മുടെ മുൻഗണനയും നമ്മുടെ കാര്യങ്ങളൊന്നും വ്യത്യാസപ്പെട്ടായിരിക്കാം. But we need to have this conscious understanding of this truth that we are all going to be someday accountable to God. എന്നാൽ ഈ വ്യക്തമായ സത്യം നാം മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. We have a divine necessity recorded here that we have to stand and be visible standing in front of the Lord Jesus Christ. ദൈവികമായ ഈ ആവശ്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് വെളിപ്പെട്ടിരിക്കുന്നു. നാം എല്ലാവരും നമ്മുടേതായ ജീവിതത്തെക്കുറിച്ച് കണക്ക് കൊടുക്കണം. So in the light of the truth that we are discussing right now, we need to be really conscious and make sure that our life is driven by the fact that we are accountable to God all the time. അതുകൊണ്ട് ഈ കാര്യം നാം മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും നമ്മളെ സൂക്ഷ്മതയുള്ളവരായി ജീവിക്കുവാൻ ആവശ്യമുണ്ട്. The second thing that we note in this verse 10 is, 10ാം വാക്യത്തിൽ നാം ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യം, the middle portion in English reads like this, that each one may be recompensed for his deeds in the body. അവിടെ നാം വായിക്കുന്നത് ഓരോരുത്തൻ കണക്ക് കൊടുക്കണം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നാം വായിക്കുന്നു. Now what we understand over here is a life that is driven by the conscious understanding of being accountable to God is conscious of the fact that there is a divine purpose also in this. ഈ കാര്യത്തിന് ദൈവികമായ ഉദ്ദേശമുണ്ട് എന്നുള്ളത് വളരെ ആവശ്യത്തോടു കൂടിയാണ് കർത്താവ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്നും നാം ഓർത്തിരിക്കണം. Okay, in English it starts with that or so that. It gives us an understanding that there is some kind of a purpose behind what is happening at the judgment seat of Christ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നടക്കാൻ പോകുന്ന കാര്യത്തിന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ എഴുതുന്നതെന്ന് അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. And we read that each one may be recompensed or each one may be given a payment. അതുകൊണ്ട് ഓരോരുത്തരും ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കണക്ക് കൊടുക്കണം. Or we read that each one may receive or get what is due to that person. ഓരോ വ്യക്തിക്കും അവന് യോഗ്യമായ പ്രതിഫലം ലഭിക്കും എന്നാണ് അവിടെ വായിക്കുന്നത്. So each of us are going to be given some rewards. എല്ലാവർക്കും പ്രതിഫലം ലഭിക്കും. So in the light of this several other passages of scripture, we understand that the rewards that we are going to get is the crowns. In the light of all the passages that we read, we understand that the reward that is given is actually the crowns. മറ്റു ഭാഗങ്ങളെ ഞാൻ താരതമ്യം ചെയ്ത് വായിക്കുമ്പോൾ ഈ പ്രതിഫലങ്ങൾ എന്ന് പറയുന്നത് കിരീടങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. Again, this is an imagery, and the Corinth people were able to understand because all those people who were the first in the athletic games, they were always given a olive leaf crown on their head. ഈ നാം നേരത്തെ പറഞ്ഞതുപോലെ ഒളിമ്പിക് ഗെയിംസിൽ കൊടുത്തിരുന്ന കിരീടങ്ങളൊക്കെ ഒലിവ് ഇല കൊണ്ടുള്ള കിരീടങ്ങളായി. And so we here understand that there is some kind of a divine purpose of giving some kind of a rewards for those people who are going to appear before the judgment seat of Christ. അതുകൊണ്ട് പ്രതിഫലം ലഭിക്കാനായിട്ട് തക്കവണ്ണം പ്രാപിക്കാനായിട്ട് നാം അവിടെ ചെല്ലും എന്നുള്ള കാര്യം വായനക്കാർക്ക് മനസ്സിലാകും. And what we read further is that Christ will recompense all believers for the things done in their bodies. ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ പ്രതിഫലം പ്രാപിക്കുന്നത്. They are going to get the rewards or payment for the things that they have done in their bodies. നാം ശരീരത്തിൽ ആയിരിക്കുമ്പോൾ ചെയ്ത കാര്യത്തിനാണ് പ്രതിഫലം ലഭിക്കുന്നത്. So Paul is emphasizing the fact that in the body means it is referring to the time that we are living on this earth. ശരീരത്തിൽ ഇരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന നാം ഈ ഭൂമിയിലായിരിക്കുന്ന കാലഘട്ടത്തെയാണ്. So how conscious we have to be about the kind of life that we are living in this body, in this earth right now. അപ്പോൾ ഇന്ന കാലത്ത് നാം ജീവിക്കുമ്പോൾ ഈ ശരീരത്തിലായിരിക്കുന്ന ഈ കാലഘട്ടം എത്ര ഗൗരവത്തോടെ നാം കാണണം എന്ന് നാം ഓർക്കണം. Because the things that we do in this body is going to have an effect in eternity. നാം ഇന്ന് ഈ ശരീരത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നിത്യതയിൽ അതിന്റെ പ്രതിഫലനമുണ്ട്. So dearly beloved, there is a great divine purpose in standing before the judgment seat of Christ. അവിടെ നിൽക്കുന്നതിൽ ദൈവികമായ ഒരു ഉദ്ദേശം ഈ ന്യായാസനത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ദൈവത്തിനുണ്ട്. We are all going to be accountable to God because there is a divine purpose involved of getting a reward for the things that we have done. നാം ചെയ്ത കാര്യങ്ങൾക്ക് വേണ്ടി തക്കതായ
പ്രതിഫലം പ്രാപിപ്പാനാണ് നാം ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ പോകുന്നത്. Let us have this conscious understanding in our minds that there is a divine purpose kept for me at the judgment seat of Christ. There is going to be a reward going to be given for me, and I need to live a life according to it. നമുക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരിക്കണം. എനിക്ക് ഭാവിയിൽ നിത്യതയിൽ പ്രതിഫലങ്ങൾ ലഭിക്കാനായിട്ട് ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിപ്പാൻ തക്കവണ്ണമുള്ള ശ്രദ്ധയോടുകൂടി ജീവിതം നാം കാഴ്ചവെക്കുവാനായിട്ട് ഒരുങ്ങണം. So let our lives be driven with the fact that our lives are accountable to God. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിച്ച് വളരെ ലക്ഷ്യത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ആവശ്യമാണ്. And do all the things faithfully in this world because it has got a great impact for our eternity. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ വലിയ പ്രതിഫലം ലഭിക്കാൻ വളരെ സാധ്യതയുള്ളതായ ഒരു മേഖലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് അറിഞ്ഞുകൊണ്ട് നാം ക്രമീകരിക്കുവാൻ ആവശ്യമുണ്ട്. The next thing we read, the ending part of verse 10, we read like this: according to what he has done, whether good or bad. നല്ലതായാലും തീയതായാലും അതിന് തക്കവണ്ണം നാം വായിക്കും. What do we understand over here is a life that is driven with an accountability to God is conscious that there is going to be a divine evaluation. അതുകൊണ്ട് നാം മനസ്സിലാക്കുന്ന ദൈവികമായ ഒരു വിലയിരുത്തൽ ഈ ചെയ്ത കാര്യങ്ങളെ കുറിച്ച് ഉണ്ടായിരിക്കും. So there is going to be some kind of an assessment of the performance of what we have done right there. നാം ചെയ്ത കാര്യങ്ങളുടെ വിലയിരുത്തലും പ്രകടനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതായ അതിന്റെ വില കൽപ്പിക്കുന്നതുമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. In English we have this word according to what he has done. According, that denotes that there is some kind of a criteria that is going to be involved in the evaluation process. ആ ചെയ്തതിന് തക്കവണ്ണമാണ് എന്നുള്ളതുകൊണ്ട് ഏതോ മാനദണ്ഡം അവിടെ ദൈവം വെച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും. And for the things that are being done, for the word the done, the original word is those things that you do repeatedly or those things that you are habitually doing in your life. ചെയ്തത് എന്ന് നാം ഇവിടെ വായിക്കുന്നത് കൊണ്ട് അത് മനസ്സിലാക്കുന്നത് തുടർച്ചയായിട്ട് നാം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയാണ്. So there is going to be a divine evaluation of all those things that we are doing habitually, repeatedly for God in this body, in this earth. അതുകൊണ്ട് ഈ ശരീരത്തിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതായ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ വിലയിരുത്തലുണ്ടായിരിക്കും. So we need to be really conscious of the fact that there is going to be a divine evaluation also included in our accountability to God. നമ്മുടെ കണക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് വിലയിരുത്തലുകൾ നടക്കുമെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. The Lord God is going to really evaluate and see as to how we have been obedient to seek the kingdom of God first. അപ്പോ how God is going to check as to how we have been habitually or repeatedly interested to do the things, seeking the first things of God. ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നാം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തതാണോ അല്ലെങ്കിൽ അല്ലയോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം വിലയിരുത്തും. God is going to divinely evaluate as to how we are involved ourselves with the planting and growth and the establishment of the church. സഭയുടേതായ സ്ഥാപനത്തിനായാലും വളർച്ചയ്ക്കായാലും ആത്മീയവർദ്ധനവിനായാലും നാം ചെയ്ത കാര്യങ്ങൾ എത്രത്തോളം ശുഷ്കാന്തിയോടും വ്യക്തതയോടുകൂടി ചെയ്തു എന്നവിടെ വിലയിരുത്തപ്പെടും. Whether the works that we are doing, the deeds that we are doing, whether we are building it up with good quality materials like gold, silver and precious stones or not. നാം ചെയ്യുന്ന സഭാതലത്തിൽ ചെയ്യപ്പെടുന്നതായ ശുശ്രൂഷകളുടെ വില പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് എന്നുള്ളതായ വിലയേറിയ സാധനങ്ങളാണോ എന്ന് വിലയിരുത്തപ്പെടും. On that day we will also be evaluated whether our works are just being done or with wood, hay or stubble. മരം, പുല്ല്, വൈക്കോൽ എന്നീ വില കുറഞ്ഞ സാധനങ്ങളെ കൊണ്ടാണോ ചെയ്തത് എന്നും നമ്മൾ വിലയിരുത്തപ്പെടും. So there is going to be an exhaustive divine evaluation happening at the bema seat. അതുകൊണ്ട് ന്യായാസനത്തിന് മുമ്പാകെ വിശദമായ പരിശോധന നമ്മുടെ പ്രവൃത്തികളെ കുറിച്ച് നടക്കും. All those things that we have been habitually and repeatedly doing in our bodies right here on this earth. അതുകൊണ്ട് നാം സ്ഥിരമായി തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ ആയിരിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിക്കപ്പെടും. And God is going to take notice of each and every deed that we are doing, whether even it's a small act that we are going to do. അതുകൊണ്ട് വളരെ ചെറിയൊരു കാര്യമാണെങ്കിലും അത് എങ്ങനെയാണ് ചെയ്തതെന്ന് വിലയിരുത്തപ്പെടും. Not one is going to be missed out because the one which is going to do the evaluation is an omniscient God. അതുകൊണ്ട് സർവജ്ഞാനിയായ ഒരു ദൈവമാണ്, സർവ്വം അറിയുന്ന ഒരു ദൈവമാണ് ഇതൊക്കെ വിലയിരുത്തുന്നത് നമുക്ക് മനസ്സിലാക്കാം. And all are going to be evaluated in two categories, whether they are good or whether they are bad.
അതെല്ലാം നല്ലതാണോ ചീത്തയാണോ എന്ന് വേർതിരിച്ചാണ് വിലയിരുത്തപ്പെടുന്നത്. When you look at the word good, it not only means just simply good in character, character-wise, it is also good in its quality. ആ നല്ലത് എന്ന് പറഞ്ഞത് അതിൻ്റെ സ്വഭാവത്തിൽ മാത്രമല്ല അതിൻ്റെ യോഗ്യതയിലും അത് അങ്ങനെയാണോ എന്ന് പരിശോധിക്കപ്പെടും. The understanding is also about whether it is profitable, useful and benefiting others also. മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്നതാണോ അവർക്ക് ആത്മീയ വർധന വരുന്നതാണോ എന്നുകൂടെ വിലയിരുത്തപ്പെടും. All these good deeds that come under this category, it's not some kind of a performance that we do to get some kind of praise for the things that we have done. നാം ചെയ്ത കാര്യങ്ങൾക്ക് പ്രശംസ ലഭിക്കാൻ വേണ്ടിയാണോ നാം ചെയ്തത് എന്നുള്ള കാര്യവും അവിടെ വിലയിരുത്തപ്പെടും. But all those good deeds that we are going to do is something that will be highlighting or praising God. That is the good deeds. പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള കാര്യത്തെപ്പറ്റി അവിടെ ശരിയായി വിലയിരുത്തപ്പെടും. Yeah, good deeds will never ever focus on ourselves or our things that we have done for the Lord. നാം ചെയ്ത കാര്യങ്ങൾ കർത്താവിന് വേണ്ടിയാണോ എന്നുള്ളത് കാര്യമാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. It will not be carried out it will be only carried out to give glory to God and not glory to us. കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ആ ശുശ്രൂഷയാണോ ചെയ്തത് അതോ എന്നെ ഉയർത്തുന്ന ശുശ്രൂഷയാണോ ചെയ്തതെന്ന് അവിടെ വിലയിരുത്തപ്പെടും. And all those good deeds that we have done will be tested and it will remain as such. എല്ലാം പരിശോധിക്കപ്പെട്ട് അത് അങ്ങനെ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ്. And the second word that we read over there is about the word bad. തീയതൽ അല്ലെങ്കിൽ മോശമായത് എന്ന വാക്ക്. Yeah, it really means worthless, good for nothing. It's rotten, it is foul and it's not at all useful. അതിൻ്റെ അർത്ഥം വളരെ മോശമായത്, നാറ്റമുള്ളത് അല്ലെങ്കിൽ ഒരു തരത്തിലും പ്രയോജനമില്ലാത്തത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. And it will be fully burnt out when your testing is done. അത് പരിശോധന നടക്കുമ്പോൾ അത് തീർച്ചയായും തള്ളിക്കളയും. So what we understand over here is someday our works are going to be divinely evaluated by our Lord. അതുകൊണ്ട് നമ്മുടെ പ്രവൃത്തികളൊക്കെ ദൈവികമായ വിലയിരുത്തൽ നടക്കും എന്നുള്ള ബോധ്യത്തിൽ വേണം നാം ചെയ്യാൻ. All our deeds that we are doing habitually and repeatedly in our life. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായിട്ട് സ്വാഭാവികമായി ചെയ്തു പോകുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. And each one of our works is going to be evident on that day. നാം ചെയ്ത കാര്യങ്ങളൊക്കെ അന്ന് വ്യക്തമായിട്ട് വെളിപ്പെടും. When our works will be tested first and then comes the reward ceremony. ആ കാര്യങ്ങളൊക്കെ വേർതിരിച്ചതിന് ശേഷമാണ് പ്രതിഫലം വേർതിരിക്കുന്നത്. The Lord God will reward for all those good deeds that we have done. നാം ചെയ്ത നല്ല കാര്യങ്ങൾക്കൊക്കെയും കർത്താവ് പ്രതിഫലം നൽകും. And no rewards will be given for those people who have done the bad deeds. അതുപോലെ മോശമായ കാര്യങ്ങളൊക്കെ തള്ളപ്പെടുകയും ചെയ്യും. We will definitely reap what we have sown on that day. നാം കൊയ്തത് തന്നെ അന്ന് വിതച്ചത് തന്നെ കൊയ്യാനായിട്ട് ഇടയാകും. And we will have no argument with regard to the rewards that are being distributed on that day. അന്ന് നൽകപ്പെടുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ഒരു പരാതിയും പറയാനായിട്ട് നമുക്ക് അവസരം ഉണ്ടാകും. We will know exactly and immediately as to why we have got this reward or not received a reward in our life. നമുക്കൊരു പ്രതിഫലം ലഭിച്ചെങ്കിൽ അതിന്റെ കാരണവും പ്രതിഫലം ലഭിക്കാതിരുന്നെങ്കിൽ അതിന്റെ കാരണവും അവിടെ വ്യക്തമാകും. So dear brothers and sisters, since there is a divine evaluation also included in our accounting to God, we need to be conscious about the life that we are living. അതുകൊണ്ട് ഈ കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ളതിൽ നമ്മുടെ പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുമെന്നുള്ളതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ഈ ലോകത്തിൽ നാം ജീവിക്കാൻ ആവശ്യമാണ്. Our life should be living with the conscious understanding that we are accountable to God someday. അതോ ഒരിക്കൽ നാം ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം നമ്മുടെ ഈ ലോക ജീവിതം നയിക്കാൻ. We are going to appear before this great God. ഈ വലിയവനായ ദൈവത്തിന് മുമ്പാകെ നാം വെളിപ്പെടാൻ പോകുകയാണ്. And we should not be standing there ashamed of the deeds that we have done on the surface of this earth. ഈ ലോകത്തിൽ നാം ആയിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ലജ്ജിക്കുവാൻ ഇടവരാതിരിക്കട്ടെ. Dearly beloved, let me remind you of the fact that the very next event that is going to take place in God's program is the rapture of the church. ഈ ദൈവിക പദ്ധതിയിൽ ഇനിയും നടക്കാൻ പോകുന്ന കാര്യമാണ് സഭയുടെ ഉൽപ്രാപനം എന്നുള്ളത്. After the rapture of the church takes place, the act or the event that takes place immediately after that is the Bema judgment. ആ ഉൽപ്രാപനത്തിന് തൊട്ട് അടുത്തതായിട്ട് നടക്കാൻ പോകുന്ന കാര്യമാണ് ഈ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നത്. That is the day when we are all going to stand before God to give account to Him. ആ ദിവസമാണ് നാം കർത്താവിന്റെ നിന്നുകൊണ്ട് കണക്ക് കൊടുക്കാൻ പോകുന്നത്. You and I do not know when the judge of this earth will come. എപ്പോഴാണ് ഈ ലോകത്തിന്റെ ന്യായവിധി വരിക എന്ന് നമുക്ക് അറിഞ്ഞൂടാ. He is going to come in the mid-air anyway, one day. കർത്താവ്
ഈ മധ്യാകാശത്തിൽ വെളിപ്പെടും. And he would say, enough, come up here, I want to make sure that you give accounts to me right now. മതി, ഇങ്ങോട്ട് കയറി വരിക എന്ന് പറയുമ്പോൾ, എന്ന് കണക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ നാം പോകേണ്ടവരാണ്. Dear brother, dear sister, you might be 15 years old or 25 years old, 50 or 70 or 80. നിങ്ങൾക്ക് 50, 20 അല്ലെങ്കിൽ 60, 70 ഒക്കെ പ്രായമായി കാണും. But do we really have a conscious understanding that we are going to stand before God? നാം വലിയ ബോധ്യം നമുക്കുണ്ടോ നാം എല്ലാവരും കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പാകെ, ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമെന്നുള്ളത്? Do we have an ambition in our life to please God, having understood the fact that we are going to be accountable to God? ദൈവത്തെ പ്രസാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടുകൂടെ ഈ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും എന്നുള്ള ബോധ്യത്തോടുകൂടെ നാം ജീവിക്കുന്നവരാണോ? In the light of what we have heard from the scripture, do you still doubt whether there is going to be an accountability in front of God? ഇത്രയും ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടോ? Are you able to really understand and be conscious of the fact that there is a divine necessity, a divine purpose and a divine evaluation when we stand before God? ദൈവത്തിന് ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ ഈ ദൈവിക ഉദ്ദേശമുണ്ടെന്നും ദൈവിക വിലയിരുത്തലുണ്ടെന്നും ദൈവികമായി കണക്ക് കൊടുക്കേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് സംശയമുണ്ടോ? Apostle Paul was crystal clear in his mind, and he was totally conscious of the fact that there is a divine necessity in standing before God, there is a divine purpose in standing before God, and there is a divine evaluation in standing before God. അതുകൊണ്ട് കർത്താവിന്റെ മുമ്പാകെ നാം നിൽക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുമെന്നും ദൈവികമായ വിലയിരുത്തലുകളും കണക്ക് കൊടുക്കലും ഒക്കെ നടക്കുമെന്നുള്ളത് വലിയ ബോധ്യത്തോടുകൂടിയാണ് പൗലോസ് തന്റെ ജീവിതം നയിച്ചത്. We have this great responsibility to live our life driven by the fact that we have a conscious understanding that we have to give account to God. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ വളരെ ബോധ്യത്തോടുകൂടെ നാം കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ളതായ വ്യക്തമായ ദർശനത്തോടുകൂടെ ജീവിതം നയിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. May we have an understanding about the eternal perspective laid up in our life. ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ലക്ഷ്യമുള്ളവരായി, നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമുള്ളവരായിട്ട് നാം ജീവിക്കേണ്ടതാണ്. So that we will be eternally productive and then we will get eternal rewards in heaven. നിത്യതയ്ക്ക് വേണ്ടി നാം പ്രവർത്തിക്കുന്നവരും നിത്യതയിൽ പ്രതിഫലം ലഭിക്കാൻ നാം ഉദ്ദേശിക്കുന്നവരുമായിരിക്കണം. May the word of God which we have spoken today help each one of us to live a life driven by the fact that we are accountable to God. അതുകൊണ്ട് ഇന്ന് നാം കേട്ടതായ ദൈവവചനം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി പ്രസാദിപ്പിക്കുന്നവരായി ജീവിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May God bless his word to us. ദൈവം ഈ വാക്കുകളെ അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവവചനം കേൾക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. സാഹചര്യങ്ങളുടെ പരിമിതികളും നിയന്ത്രണങ്ങളൊക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും ദൈവവചനം ഇത്രയും വ്യക്തമായിട്ട് കേൾക്കുവാൻ പിന്നെയും ഞങ്ങൾക്ക് ലഭിച്ച അവസരത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരുടെയും ജീവിതങ്ങളെ ഞങ്ങൾ വളരെ സൂക്ഷ്മതയോടെ കരുതിക്കൊള്ളുവാനും ഞങ്ങളെ കണക്ക് കൊടുക്കേണ്ടുന്നവരാണെന്നുള്ള ബോധ്യത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാനും ജീവിച്ചിരുന്നാലും മരിച്ചിരുന്നാലും ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കുന്നവരായിട്ട് ജീവിക്കാനായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടെ മുമ്പോട്ട് പോകുവാൻ അപ്പോസ്തലനായ പൗലോസ് ഞങ്ങൾ ഉത്ബോധിപ്പിച്ച കാര്യം ഞങ്ങൾ ഓർക്കുകയായിരുന്നല്ലോ. കാരണം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ ഞങ്ങൾ വെളിപ്പെടുമെന്നും ഞങ്ങളുടെ പ്രവൃത്തികൾ വിലയിരുത്തപ്പെടുമെന്നും നല്ലതിന് പ്രതിഫലം ലഭിക്കുമെങ്കിലും മോശമായതിന് തിരസ്കരിക്കപ്പെടുമെന്ന് ഓർത്തുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ നിലനിൽക്കുന്ന പ്രതിഫലം ലഭിക്കാൻ തക്കവണ്ണം വളരെ ക്രമീകരിക്കപ്പെട്ട ലക്ഷ്യബോധത്തോടുകൂടെ മുൻഗണനയോടുകൂടെ നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കാനായിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച ദാസനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, സഹായിക്കണം. ദൈവവചനം ശ്രദ്ധിച്ചതായ എല്ലാവരെയും അവിടുന്ന് ഓർക്കണം, സഹായിക്കണം. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ മന്ദതയുള്ളവരാകാതെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളിലേക്ക് കർത്താവെ വിശ്വസ്തത പുലർത്തി ജീവിപ്പാൻ, തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ചോ എന്നുള്ളത് ഒന്ന് വിലയിരുത്തുവാൻ തക്കവണ്ണം നിത്യതയിൽ താവിൽ ലജ്ജിക്കുവാൻ, ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിനുമ്പാകെ ലജ്ജിക്കപ്പെടുവാൻ ഇടയാകാതെ വണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച വൻ കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവെ, ഞങ്ങൾക്ക് ഈ കേട്ട വചനം അനുഗ്രഹമായി തീരുവാനും ഞങ്ങളുടെ ജീവിതങ്ങളെ കുറച്ചുകൂടെ കർത്താവെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുവാനും ദൈവനാമഹോത്വത്തിനായിട്ടും ദൈവപ്രസാദത്തിനായിട്ടും ഉള്ള ലക്ഷ്യത്തോടുകൂടി ജീവിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് നന്മകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, അവിടുത്തെ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണം. സൗജൻ കർത്താവ് രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിച്ചുകൊള്ളുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.